രാത്രി കൊണ്ട് പനീർശെൽവത്തിനുണ്ടായ മാറ്റത്തിനും ശശികലയ്ക്കെതിരായ ആരോപണങ്ങൾക്കും പിന്നിൽ ബിജെപിയും കേന്ദ്ര സർക്കാരുമാണെന്ന സംശയം ബലപ്പെടുകയാണ്. ശശികലയേക്കാൾ പനീർശെൽവത്തെ കൂടെ നിർത്താനാണ് ബിജെപിക്ക് താൽപര്യം. ജല്ലിക്കെട്ട് ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പനീർശെൽവത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വ്യക്തമായതാണ്. തമിഴ്നാട്ടിൽ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ നിർണായക തീരുമാനമെടുക്കേണ്ട ഗവർണർ വിദ്യാസാഗർ റാവു സംസ്ഥാനത്തു നിന്നും മാറി നിൽക്കുകയാണ് എന്നതും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും ഉണ്ടായതിന് സമാനമായി ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. എന്നാൽ ഗവർണറെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു രംഗത്ത് വന്നു. സംഭവങ്ങൾ നിരാശാജനകമാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ഗവർണർ നിയമപരമായും ഭരണഘടനാപരമായും പഠിക്കുകയാണെന്നും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും വെങ്കയ്യ നായിഡു പ്രതികരിച്ചു. The governor is the constitutional authority. He is examining all aspects according to the media reports. He will take an appropriate decision as per the constitution, as per the legal advice, as per the procedure, as per the precedents earlier. And there is no reason to criticize anybody in this regard. അതേസമയം ശശികലയ്ക്കെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും നീക്കം ആരംഭിച്ചു. AIADMKയുടെ ഭരണഘടനയനുസരിച്ച് ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ശശികലയെ തിരഞ്ഞെടുത്തതിന് നിയമസാധുതയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ശശികലയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പ്രമേയത്തിന്റെ പകർപ്പും യോഗത്തിന്റെ മറ്റ് വിശദാംശങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.